ക്രിസ്മസ് രാവിൽ കുർബാനകളാൽ മുഖരിതമാവുകയാണ് ദേവാലയങ്ങൾ. നമ്മൾ ഇനി പോകുന്നത് കണ്ണൂരിലേക്കാണ്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷിനൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. നമുക്ക് ആ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അജീഷ്, അപ്പോൾ ക്രിസ്മസ് ആശംസകൾ. ഏത് രീതിയിലാണ് കണ്ണൂരിലെ ആഘോഷങ്ങൾ? ഒപ്പം അജീഷിനോടൊപ്പം ഒരു അതിഥി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടി വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അല്ലേ? ഉറപ്പായിട്ടും കണ്ണൂരിൽ വലിയ ആഘോഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ഭരണശ്ശേരി പള്ളിയിലാണ്. ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ വലിയ ആൾക്കൂട്ടമുണ്ട്. മാത്രമല്ല വലിയ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയാണ് ഈ പള്ളിയിൽ അലങ്കാരം ചെയ്തിരിക്കുന്നത്. നമ്മളോടൊപ്പം തന്നെ കണ്ണൂരിന്റെ സ്വന്തം മന്ത്രിയുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. എങ്ങനെയാണ് ക്രിസ്മസ് ഇത്തവണത്തെ? ക്രിസ്മസ് ആഘോഷത്തിന് എപ്പോഴും ഇതുപോലെ പരിപാടികളിൽ ഞാൻ എത്തിച്ചേരുന്നതാണ്, പള്ളിയിലെ പ്രാർത്ഥനയിൽ. ആ ക്രിസ്മസ് ആഘോഷവേള എന്ന് പറഞ്ഞാൽ അത് ഒരു ജീവിതത്തിലെ അർവചനീയമായ ഒരു ആത്മഹർഷം നൽകുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. മന്ത്രിയുടെ ചെറുപ്പകാലത്തൊക്കെ ഇതേപോലെ കരോൾ സംഘത്തിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അത് ഒരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അതിനപ്പുറത്ത് ഒരു പ്രവിശാലമായ ഒരു 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 ജീവിതത്തിൻ്റെ ഒരു ദർശനം. നമുക്കൊരു ഒരു പാട്ട് ക്രിസ്മസ് ദിനത്തിൽ ഒന്ന് പാടിയാലോ? അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ സംഘർഷങ്ങളും സംഘാതങ്ങളും ലോകവ്യാപകമായിട്ടുണ്ട്. ഇവിടെ സമാധാനം വേണമോ? ആ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു മഹാശക്തി ചൈതന്യമാണ് ഈ ഉണ്ണിയേശുവിൻ്റെ പിറവിദിനത്തോടനുബന്ധമായ ക്രൈസ്തവ സന്ദേശം. ആ സന്ദേശത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴുണ്ട്. അത് ഈ വർത്തമാനകാലത്ത് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ശാന്തി എല്ലാത്തിൻ്റെയും ഒരു സംഗമീയതയുടെ ആത്മരാഗമാണ് ഈ ക്രൈസ്തവ ജനം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ യശുവിൽ പങ്കെടുക്കാറുണ്ട്. അത് വാസ്തവത്തിൽ അത് ഏതെങ്കിലും ഒരു വിശ്വാസങ്ങൾക്കപ്പുറത്തുള്ള ഒരു മാനവികതയുടെ ഒരു ആത്മഹർഷമാണ്. സന്തോഷം ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ മിനിസ്റ്റർക്ക് ഒരു പാട്ട് പാടാൻ ഒരു തോന്നുന്നുണ്ടോ? പറഞ്ഞു ഞാൻ രണ്ടുപേരും കേട്ടോ. ഞാൻ ഞാനിപ്പം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇപ്പോൾ വിശേഷങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. കണ്ണൂർ ഭരണശ്ശേരി പള്ളിയിൽ നിന്നാണ് അജീഷ് ജയകുമാർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നാടകം വലിയ ആഘോഷമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.